ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോളേ ഇന്ന് ഒരു ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പേര് കൂടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെയാണ് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞു, ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുഞ്ഞാണിയാൾക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ ബാഗിൽ പൈസയും എല്ലാം അല്ലേ നോക്കുകയാണ്. അപ്പോൾ ഒന്ന് നമ്മൾ ഒരുപാട് കുറേ ആൾക്കാരെ കാണാത്ത പരിചയപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്, ഓരൊക്കെ കാണാനും പരിചയപ്പെടാനും പോണേ. അപ്പോൾ അതായത് നമ്മളെ വീഡിയോ എടുക്കണ സാധനമാണ് കേട്ടോ, സ്റ്റിക്കാണ്, സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ ഇതൊക്കെ ബാഗിലുണ്ട്, പൈസ ഒക്കെ ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തി. ഇതാണ് നമ്മളെ ബാഗ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്ന് ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ വരുന്ന ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ക്ലാസ്സൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ വീഡിയോ ഇടാം, എങ്ങനെ തമ്പനെയിൽ ഉണ്ടാക്കാം, എങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനങ്ങൾ നമുക്ക് പെട്ടെന്ന് സമ്പാദിക്കാം, എങ്ങനെ പെട്ടെന്ന് വരുമാനം കിട്ടാനുള്ള എല്ലാ വഴികളും അവർ ഈ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വരിക, നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. കാരണം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാവും, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നാൽ എല്ലാവരും വരി, നമ്മൾ പോണതും ഞാൻ വീഡിയോ ശരിക്കൊന്നും എന്താ പറയുക കുറേ ഒന്നും എടുക്കണില്ല. കാരണം ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയി വീഡിയോ ഒരു വർക്ക് ചെയ്തതാണ്, ഒരു പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്ത് വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വലിയ 2 യൂട്യൂബേഴ്സ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കാതെ കേൾക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്ന് എല്ലാവരും വരും. അങ്ങനെ ഞാൻ വീട്ടിലെല്ലാം ജോലി ഒരുക്കി പണികളെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടോ. ഇവിടുന്ന് ഞങ്ങൾ 8 മണിക്കാട്ടോ പോയത്. അപ്പോൾ അങ്ങോട്ട് 3 മണിക്കൂർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും ഫാത്തി കിച്ചനും ബാനു ആണ് കേട്ടോ പോണത്. പിന്നെ യൂട്യൂബറായ നിസാറും ഉണ്ടായിരുന്നു കേട്ടോ. നിസാറിൻ്റെ ഓട്ടോറിക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് പോണത്. അപ്പോൾ ഫാത്തി കിച്ചൻ്റെ കുട്ടി ചെറിയ മോളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അതാ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിലിടയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ മീറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്കായിട്ട് നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തോന്നി. രാവിലെ വീട്ടിൽ നിന്നൊന്നും ആരും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായയും പൊറാട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഓട്ടോയിൽ തന്നെ കയറി പോരുകയാണ്. അപ്പോൾ ഞാനൊരു പൊറോട്ടയും ചായയും കഴിച്ചു. മുട്ടക്കറിയും ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കഴിച്ച് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ളൊരു പൊറോട്ടയും കറിയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ നമ്മുടെ മീറ്റപ്പിൻ്റെ സ്ഥലത്തെത്തി, കൂട്ടായിക്കടവിലെത്തി. അപ്പോൾ അവിടെ സ്റ്റേജ് പ്രോഗ്രാമും ഓരോരുത്തർ ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൻ്റെ മ്യൂസിക്കൊക്കെ കളയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനലിന് കോപ്പിറൈറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്ക് വീഡിയോ കുറച്ച് മുന്നേ നമ്മളെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ അത് നമ്മളെ അൻവർ സാനു പാട്ടുകാരൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇവിടെ വന്ന് വർത്താനം പറയുന്നുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കണ്ണൂരിൽ നിന്നും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശക്കുണ്ടാവുമല്ലോ. അപ്പോൾ വിശപ്പിന് ആദ്യം ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമുകളും കാര്യങ്ങളും തുടങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ബിരിയാണി വിശന്നിട്ട് ഇങ്ങനെ ആർത്തിയോടെ കഴിക്കുകയാണ്. ഞങ്ങൾ പൊറോട്ടയും ചായയും കഴിച്ചതുകൊണ്ട് അത്രയ്ക്ക് വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കും ഉണ്ടല്ലോ, കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെറിയൊരു വിശപ്പേ ഉള്ളായിരുന്നു, നല്ലോണം വിശന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് കടവിൻ്റെ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് നമ്മുടെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്, എപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത കൂട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും പരിചയപ്പെടലും ഒക്കെ തകൃതിയിലായിട്ടുള്ള തിരക്കാണ് കേട്ടോ.
അപ്പം ഞങ്ങളിത് അവിടെ വന്നപ്പോൾ കൂട്ടായിക്കടവിൽ ഇതാ ഇഷ്ടം പോലെ കല്ലുമ്മക്കായ കക്ക എന്നൊക്കെ പറയും. എനിക്ക് ഈ സംഭവം വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഇത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, വേണവർക്ക് വാങ്ങിക്കോളി, നല്ല വില കുറച്ച് തരാമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഏതായാലും ഞാൻ വാങ്ങിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള 3-4 ആൾക്കാർ ഇത് വാങ്ങി. ഒരു കൊട്ടയ്ക്ക് എത്ര രൂപ എന്നൊന്നും എനിക്കറിയില്ല, അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് രാവിലെ. അപ്പോൾ ഓരോരുത്തരും വിളിക്കാം. പരസ്പരത്തിൽ പരിചയമില്ലാത്ത ആളുകളുണ്ട് അല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത ആൾക്കാരില്ലേ, എല്ലാവരും അറിയാം. കാരണം നമ്മൾ ഓരോരുത്തരും ശബ്ദം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യല് കേൾക്കല്. ഇപ്പോൾ പലരുടെയും വീഡിയോ എന്നൊരു കമ്മ്യൂണിറ്റി കൊണ്ട് ഈ ഒരു ഒരുമിച്ച് കൂടലാണ്. നമ്മൾ കുടുംബമോ കാര്യം അങ്ങനെയൊന്നുമല്ല, യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഈ ഒരു ഒരുമിച്ച് കൂടിയതാണ്. അപ്പോൾ ഈ ഒരു ഉള്ള ആളെ വെച്ചിട്ട് ഇപ്പോൾ തല്ലുമാല ഗ്രൂപ്പിൽ ഏകദേശം 140 സംതിങ്ങോളം എത്ര ഉണ്ട് തോന്നുന്നുണ്ട്. അത് വെറുതെ ഞാനും തല്ലുമാലയിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരാണ്. കാരണം അവരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ല. എല്ലാവരും യൂട്യൂബേഴ്സാണ്, അത്യാവശ്യം റീച്ച് ഉള്ളവരുണ്ട്, റീച്ച് ഇല്ലാത്തവരുണ്ട്, യൂട്യൂബ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഉള്ള ആളെ വെച്ചിട്ട് നമ്മളൊരു പുതിയൊരു ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഇന്നോ നാളെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇന്നൊന്നും പറയുന്നില്ല. അപ്പോൾ ആഷിക്ക് എന്താ പറയുള്ളത്, ആഷിക്കിന് കൊടുക്കാൻ ബാക്കി പിന്നെ നമുക്ക് എല്ലാവരും ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് സബ്സ്ക്രൈബ് കുറവോ അല്ലെങ്കിൽ കൂടുതലോ അങ്ങനെ നമുക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുകയും ഇങ്ങനെ പരിപാടി നമ്മൾ തുടങ്ങുകയും ചെയ്യൂല. അപ്പോൾ നമ്മുടെ തല്ലുമാലൻ്റെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനൊരു ഇത്രത്തോളം ആളുകളായിട്ട് ഒരു പരിപാടി. അപ്പൊ എനിക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, യൂട്യൂബിനെ കുറിച്ച് ഷാനിനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഞാനിപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇതാ ഇവിടെ പാട്ട് അതിലിടയ്ക്ക് നമ്മൾ പ്രോഗ്രാമിൽ പാട്ട് പാടി കുറേ ആൾക്കാർ വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ പോയ ടൈമാണ്. അപ്പോൾ ഇവിടെ കോപ്പിറൈറ്റ് വന്നപ്പോൾ ഞാൻ അതിൻ്റെ മ്യൂസിക് കളയാണ് കേട്ടോ ചെയ്തത്. ഇനിയും നമുക്ക് ഒരുപാട് മുനിക്കൽ ചാനൽ തുടങ്ങുള്ളൂ തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈം എനിക്കൊരു 40,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് അൻസിഫ് തുടങ്ങുന്നത് തോന്നുന്നു. എത്ര ഫസ്റ്റ് എനിക്ക് കുട്ടികളെല്ലാം നാട്ടുകാരൊക്കെ വിടാണ്ട് ഒരു വ്ളോഗ് തുടങ്ങിയില്ലേ. ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം നമുക്ക് കിട്ടിയതുപോലെ അതിന്റെ ഇരട്ടി പഠിച്ചോ നിങ്ങൾക്കും തരട്ടെ. ഇത് ഈ മേഖലയിൽ നിന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് മാത്രമല്ല 8 മിനിറ്റ് വീഡിയോ, അതിൽ ഫസ്റ്റ് നിങ്ങൾ ഹൈലൈറ്റ് ഈ വീഡിയോന്റെ ഫുള്ളായിട്ട് ഇവർ കാണണം. ഈ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ആദ്യം ഹൈലൈറ്റ് കൊടുക്കണം. കാരണം ഈ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെറിയ ചെറിയ പോർഷൻസ് കൊടുക്കണം. എന്നിട്ട് വേണം വീഡിയോ തുടങ്ങാൻ. വീഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് വേണം. ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന ആരെയും ആഷിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, ജെസ്സി ആഷിഖ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അറിയാം. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡാണ്. അതേപോലെ അൻവർ ഷാനുവിനെ അപ്പൊ ഷാനു എന്ന് പറഞ്ഞാൽ അൻവർ ഷാനു, അപ്പൊ അതൊരു ബ്രാൻഡാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ ഹൈലൈറ്റ് തുടങ്ങിയ ശേഷം നമ്മളൊരു എംബ്ലോ കാര്യങ്ങളും പേരും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം അടുത്തത് വേണം വീഡിയോ തുടങ്ങാൻ. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം കാണിക്കേണ്ട വീഡിയോന്റെ കണ്ടന്റ് അല്ല. നമ്മളൊരു 8 മിനിറ്റ് തേക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഇൻട്രോ ആണ്. എന്താണ് കാര്യം, സലാം പറഞ്ഞപ്പോൾ സലാം അലൈക്കും നമസ്കാരം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ വീഡിയോ തുടങ്ങാൻ. വീഡിയോന്റെ കണ്ടന്റ് ഫുൾ രൂപം ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞതിന് ശേഷം പിന്നെ വേണം നമ്മൾ കണ്ടന്റ് പറയാൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈലാണ്. ഈ മൊബൈലും പിന്നെ നമ്മുടെ കയ്യിൽ നല്ലൊരു മൈക്ക് വേണ്ടത്. ഇതിന് നിങ്ങൾ എത്ര കോസ്റ്റ് ചെലവാക്കിയാലും നിങ്ങൾക്ക് നഷ്ടമല്ല. കാരണം നമ്മൾ ഇതിന്റെ 10 മടങ്ങ്. ഞാനിപ്പോ ഈ യൂട്യൂബിലേക്ക് വരുന്ന മുമ്പേ എന്റെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടായിരുന്നു. നമുക്കൊന്നും ആവശ്യങ്ങളില്ല. ഞാനിത് വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബിന്റെ വരുമാനം കൊണ്ട് വാങ്ങിയ ഫോണാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ യൂട്യൂബ് വരുമാനം ഇതിന്ന് നമുക്ക് ഈ നമ്മുടെ ജോബിന് അപ്പൊ ഏത് ജോലിക്കാരനും അതിൻ്റെതായ ഒരു മെഷീനറി സാധനങ്ങൾ ഉണ്ടാവും. നമ്മളെ മെഷീനറി സാധനം എന്ന് പറഞ്ഞാൽ മൊബൈലും അതേപോലെ മൈക്കുമാണ്. നല്ല ക്വാളിറ്റി വീഡിയോ ആണെങ്കിൽ മാത്രമേ ആളുകൾ ഇപ്പോൾ കാണൂ. പഴയ കാലഘട്ടമല്ല, നല്ല വീഡിയോ ഇടണം.
അതേപോലെ നല്ല തമ്പ്ലൈന് മിനിമം ഒരു 8 മിനിറ്റ് വീഡിയോ വേണം. എങ്കിൽ നിങ്ങൾക്ക് എത്ര പൈസയും ഉണ്ടാക്കാം. ആദ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യം നമ്മൾ ഈ കറക്റ്റ് ടൈമിങ്, ഞാൻ എന്റെ വീഡിയോയിൽ 3/4 വീഡിയോ ഞാൻ ഇടുന്ന സമയം ഉച്ചക്ക് 2 മണിയാണ്. കാരണം ഇപ്പൊ ഇതിൽ കൂടുതൽ സ്ത്രീകളായിരിക്കണത്. നിങ്ങളൊക്കെ ഫ്രീ ആകുന്ന സമയം ഉച്ചയാണോ? ആണോ? ആണ്. എന്റെ വീഡിയോ 100%-ൽ 90-92% ആളുകളും സ്ത്രീകൾ എന്റെ വീഡിയോ കാണുന്നത്. അതും 20-25 വയസ്സിന്റെ മുകളിലാണ് കൂടുതൽ എന്റെ വീഡിയോ കാണുന്നത്. അവർക്ക് ഏറ്റവും ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറയുന്നു ഉച്ചക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും. 2 മണി ടു ഒരു 4 മണി 5 മണി വരെ നിങ്ങൾ ഫ്രീ ആയിരിക്കും. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കോളം നിങ്ങൾ ഫ്രീ ആണ്. ആ വീഡിയോന്റെ ആ സമയത്തിന്റെ ഉള്ളിൽ എന്റെ വീഡിയോ മാക്സിമം 40,000-50,000 ആൾക്കാർ വ്യൂസ് കാണും. അതാണ് എന്റെ കഴിവ്. ആ വീഡിയോ അവരിന്ന് കാണുമ്പോൾ അവരെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യാണ്. ഷെയർ അവർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ വീഡിയോ അവർ കണ്ടു കഴിഞ്ഞാൽ അവരിലേക്ക് പോവുകയാണ്. അപ്പൊ മാക്സിമം ഉച്ചക്കൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കുക. പിന്നെ ഓരോരുത്തരുടെ ഐഡിയാസ് നിങ്ങൾ ഇതിൽ വന്ന് നിങ്ങൾ ഓരോന്ന് ഷെയർ ചെയ്യണം. ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും, ഓരോരുത്തർക്കും ഓരോ അറിവുകളായിരിക്കും. അപ്പൊ മാക്സിമം ഇതിൽ വന്ന് ഇവിടെ വന്ന് പരിചയപ്പെടുത്തണം. എന്റെ പേര് ആഷിഖ് എന്നാണ്, എല്ലാവർക്കും അറിയാം. ജെസ്സി ആഷിഖാണ്. എന്റെ വീട് പെരിന്തൽമണ്ണയാണ്. അപ്പൊ ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് പരിചയപ്പെടും. ഒരുപാട് നമ്മുടെ യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ചു പോന്ന്. പിന്നെ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫാത്തി കിച്ചൻ്റെ വക, ഫാത്തിമാൻ്റെ വക ഞങ്ങൾക്ക് അവിൽ മിൽക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിൽ മിൽക്ക്. അവളാണ് വാങ്ങി തന്നത് കേട്ടോ ഫാത്തി കിച്ചൻ. ഇത് ബാനു, ഇത് ഫാത്തിമ. ഇവളാണ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നത് കേട്ടോ. ഞാനും നിസാറും ബാനു ഫാത്തിമയും കൂടെ ഞങ്ങളുടെ കൊച്ചു കാന്താരി കുട്ടി ഇവിടെ ഇരുന്ന്